ഇപ്പോൾ ഒരു സിനിമയിൽ വയലിൻ വായിക്കുന്ന സമയത്ത് എന്താ പറയുക, ഫുൾ സിനിമ കാണുമോ അതോ ഡയറക്ടറിൻ്റെ കമ്പോസറിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണോ? ഒരിക്കലും നമ്മൾ ഫുള്ള് കാണില്ല. ഫുള്ള് പണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കന്നഡ ഫിലിമിനൊക്കെ വായിക്കാൻ പോയിരുന്ന സമയത്ത് 90s ആ സമയത്ത് നമ്മൾ ഫുൾ കാണാൻ പറ്റും. ആ സമയത്ത് എന്ന് വെച്ചാൽ നമ്മളവിടെ സ്റ്റുഡിയോയിൽ ചെന്നിട്ടാണ് ഇത് കമ്പോസർ വന്നിട്ട് ഇത് റീല് കാണുന്നത്. അപ്പം നമ്മളും റീല് കാണാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഫുൾ ചിലപ്പോൾ ഈ ഇഫക്ട്സ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. അന്ന് ഇഫക്ട്സ് ഒക്കെ റെക്കോർഡ് ചെയ്യണത് ഈ മഴയ്ക്ക് വേണ്ടിയിട്ട് പേപ്പർ അങ്ങനത്തെ ആ സമയത്താണ് ഞാൻ പറയണേട്ടാ. ഇപ്പം എല്ലാം ഡിജിറ്റലല്ലേ. അന്ന് ഈ പാട്ടയിൽ അടിക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പക്ഷെ എല്ലാം കൂടുതലും എല്ലാം ഈ VST പോലത്തെ സംഭവങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ 90s ഞങ്ങൾ കന്നഡ ബാംഗ്ലൂർ റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം തിയേറ്ററിൽ മ്യൂസിക് ഡയറക്ടർ ഇപ്പോൾ റീ റെക്കോർഡിങ് 4 ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ റെക്കോർഡിങ് 4 ദിവസമൊക്കെ വേണ്ടി വരും ഒരു ഫിലിമിന്. അപ്പോൾ ആദ്യം മ്യൂസിക് ഡയറക്ടറും അയാളുടെ അസിസ്റ്റൻറ്റും അത് എന്നിട്ട് ഫുൾ ഫിലിം ഇടും. ഫുൾ ഫിലിം എന്ന് വെച്ചാൽ ആ റീലിടും. ചിലപ്പോൾ 7 റീലായിരിക്കും, അല്ലെങ്കിൽ ചെറിയ റീൽ ലെങ്ത്ത് കുറഞ്ഞതാണെങ്കിൽ 14 റീലുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് റീലിടും. അപ്പോൾ ഒരു ദിവസം 2 റീലായിരിക്കും ചിലപ്പോൾ തീർക്കുന്നത്. എന്നാലും 3.5 ദിവസം 4 ദിവസം കൊണ്ട് തീരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് റീലിടും. അപ്പോൾ രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 7 to 1 കോൾ ഷീറ്റ് ഉണ്ട്, പിന്നെ 2 to 7 2 കോൾ ഷീറ്റാണ്. അപ്പോൾ 7 നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ മ്യൂസിക് ഡയറക്ടർ വരും. നല്ല ടിപ്പ് ടോപ്പായിട്ട് പുള്ളി ഒരു വന്നിട്ട് ഹാർമോണിയം വെച്ചിങ്ങനെ ഇരിക്കും. ഫുൾ ഫിലിം ഇങ്ങനെ ഇടും. ഫുൾ ഫിലിം ഇട്ടിട്ട് ആ ഇട്ട് പോകുന്നതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഇവർ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറയും. സ്റ്റോപ്പ്, കുറച്ച് പ്ലേ ബാക്ക് എന്ന് പറയുമ്പോൾ അതെല്ലാം ആക്ഷനാണ്. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് കുറച്ച് പ്ലേ ബാക്ക് ചെയ്യും. അപ്പോൾ ആ നമ്പർ ഡിജിറ്റ് താഴെ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇതിൻ്റെ ടൈം കോഡ് പോകുന്നുണ്ടാവും. അപ്പോൾ ടൈം കോഡ് വെച്ചിട്ട് ഇന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറും ഉണ്ടാവും, ഫിലിമിൻ്റെ ഡയറക്ടറും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു റീല് കാണണമെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കും. ഇവർ ഈ എഡിറ്റും ഇതൊക്കെ പറഞ്ഞിട്ട് പ്ലേ ബാക്ക് വരും. അപ്പോൾ അതേപോലെ പണ്ട് ആ സമയത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. കാര്യം ഒരു റീല് ഈ ഒരു 20 മിനിറ്റൊക്കെ ഉള്ള റീലാണെങ്കിൽ 2 മണിക്കൂർ എടുക്കും ചിലപ്പോൾ, ഇവരുടെ കമ്പോസിങ് ടൈമിൻ്റെ അത് വെച്ചിട്ട്.